മമ്മൂക്കയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാമുകളിൽ ഒന്നാണ് സിനിമാല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എപ്പിസോഡ് വന്നാൽ മമ്മൂക്ക മിസ് ചെയ്യാണ്ട് എപ്പോഴും കാണാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്കും ആ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് റെക്കോർഡിലുണ്ട്. ആണോ? ശങ്കരാടിച്ചേട്ടൻ എനിക്കൊരു ലെറ്റർ എഴുതി, എനിക്ക് സിനിമാല ഭയങ്കര ഇഷ്ടമുള്ള പ്രോഗ്രാം, എനിക്ക് അതിൽ അഭിനയിക്കണം. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ശങ്കരാടിച്ചേട്ടൻ തന്നെ ആണാ എന്നല്ല. പക്ഷെ സിനിമാല ചെയ്തപ്പോ ദിലീപിന് ഞാൻ അവിടെ സജസ്റ്റ് ചെയ്തു. അഭിനയിച്ചപ്പോ പുള്ളിയുടെ ആ ടാലന്റ് എനിക്കൊന്ന് മനസ്സിലായി. അതായത് നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു ഇരട്ടി. എന്നെ കാണുമ്പോഴൊക്കെ വെറുതെ നല്ല ഇവന്റിനെ കാണുമ്പോ താനൊരു ആണായിട്ട് ജനിക്കണ്ടെന്ന്, ഇത്ര ആളുകളെ ഞങ്ങൾക്ക് വരെ മേക്കാൻ പറ്റൂല, ഇതെങ്ങനെ ഇതിനൊക്കെ കൊണ്ടുപോകുന്നത്, എപ്പൊ കണ്ടാലും ഈ സെയിം ഡയലോഗ്. ഹലോ കുഞ്ചൻ നമ്പ്യാരി എന്ന് പറഞ്ഞ. അപ്പൊ ഞാനോട്ട് നമ്മുടെ ആർട്ടിസ്റ്റ് ആരോ കളിയാക്കണെന്ന്, ജഗതിച്ചേട്ടനാണെന്നുള്ള രീതിയിലല്ല ഞാൻ റിയാക്ട് ചെയ്ത. മനോജ്, പിഷാരടി, എല്ലാരും ഉള്ള പ്രസീത. അതെ, അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ആദ്യം തുടങ്ങിയപ്പോ ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പൊ അവിടെ ഈ മുകേഷ് ഏട്ടനെ പ്ലേസ് ചെയ്തത് എന്തുകൊണ്ട്? പിന്നെ പുള്ളിയുടെ ഒരു ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞ എന്താ പറയണ, ഞാൻ നമിച്ചു പുള്ളി. സ്റ്റാൻഡേർഡ് ഹ്യൂമറേ പറയുള്ളൂ, അല്ലാതെ ചളി വിറ്റെന്ന് പറയാം. എഡിറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അതുപോലെ പ്രൊഫഷണലിസം. ഈ മീശ വിരിക്കണത് എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ക്വസ്റ്റ്യനിന്ന് വന്നതാണത്. അങ്ങനെയുള്ള, അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. പിഷാരടിക്ക് പകരമായിട്ട് വരാൻ ഓക്കെ എന്ന് പറഞ്ഞവര് പോലും ലാസ്റ്റ് മിനിറ്റ് മാറി എങ്ങനെ പറ്റില്ലെങ്കിലാ എന്നുള്ളത്. പക്ഷെ നമുക്കിത് കമ്മിറ്റും ചെയ്ത്. For Presents Sallabam, powered by Harviora. AJD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് സല്ലാപത്തിലേക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാൻ സല്ലപിക്കാൻ പോകുന്നത് എനിക്ക് സ്വന്തം ചേച്ചിനെ പോലെ ഡയന സിൽവസ്റ്റർ, ഡയന ചേച്ചിയുടെ കൂടിയാണ്. ഡയന ചേച്ചി ഇതെന്താ ഞാൻ കണ്ട ഡയന ചേച്ചി എന്നാണോ കാണുന്നത് അതുപോലെ തന്നെ ടച്ച് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുന്നത് ഡയന ചേച്ചി? കേട്ടതിൽ ഭയങ്കര സന്തോഷം. പക്ഷെ ഞാൻ അതിനുവേണ്ടി അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഒന്ന് മെലിയാൻ വേണ്ടി കഷ്ടപ്പെട്ട്. പക്ഷെ അപ്പം മെലിഞ്ഞപ്പോ ഫേസിലാണല്ലോ അത് എഫക്ട് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഒന്നും നോക്കാറില്ല, അങ്ങോട്ട് ഒരു ഡയറ്റും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത്തിരി തടിച്ച് ഇതാണ് ഇപ്പൊ എനിക്ക് ഇഷ്ടം, തടി വെക്കാൻ. ചേച്ചിയെ കണ്ട ഒരു വയസ്സ് പോലും കൂടിയതായിട്ട് തോന്നില്ല. അതുപോലെ ശരിക്കും കറക്റ്റ് ആയിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പാർലറിലൊക്കെ പോയിട്ട് സൗന്ദര്യമൊക്കെ കാത്തു സൂക്ഷിച്ചോണ്ടിരിക്കുകയാണോ? പാർലർ പണ്ട് പോകുന്ന പോലെ ഞാൻ പോകാറുള്ളൂ, അല്ലാതെ ഇതിനു വേണ്ടിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അത് ഭയങ്കര ടച്ച് കൊടുക്കട്ടെ. നല്ല സൂപ്പർ ഇതായിട്ട് ബ്യൂട്ടി നല്ല അന്നങ്ങനെ തന്നെ ഇരിക്കണു. എന്നിട്ടും ചേച്ചി ഒരു എത്ര എനിക്കറിയില്ല, ഒരുപാട് പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10-15,000 പ്രോഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ചെയ്തിട്ടുള്ള ഇതിലായിരിക്കും ഇന്നും ചേച്ചി വന്നിരിക്കുമ്പോൾ മാച്ചിങ് ഡ്രസ്സിന് ചേർന്ന് നെയിൽ പോളിഷ്, ഇതെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റ് മാച്ചിങ്ങിലൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചല്ലോ, അത് ബൈ ഫ്ലൂക്കായിരുന്നു. ആണോ? ജസ്റ്റ് ബൈ അങ്ങനെ ആക്സിഡന്റലി സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ. പ്രൊഡ്യൂസർ എന്ന് പറയും, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എനിക്ക് പ്രൊഡ്യൂസർ അറിയാല, ടെലിവിഷനിലെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. മിക്കവരുടെയും വിചാരം നമ്മള് ഫൈനാൻസിനുള്ളതാണ്. ഓക്കെ, അത് ആദ്യമേ തന്നെ ഞാൻ ക്ലിയർ ചെയ്യാം. നമ്മൾ സിനിമയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, സിനിമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പൈസ ഇടുന്ന ആളിനാണ് പ്രൊഡ്യൂസർ എന്ന് പറയാം. എന്നാൽ സാറ്റലൈറ്റ് നമ്മുടെ ഡിജിറ്റൽ ഇതിലൊക്കെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുക. അതായത് ഷോ ഡയറക്ടേഴ്സിന് പറയുന്ന പേരാണ്. കമ്പനി അവർക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. ആ കറക്റ്റ് എമൗണ്ടിനെ നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് പ്രോഗ്രാം എന്താ പറയാ ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരെയാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാം. അപ്പോൾ ചേച്ചി ഒരു ഷോ ഡയറക്ടർ ആണ്. ഓക്കെ, നമുക്ക് ഷോ ഡയറക്ടർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ചേച്ചിക്ക് ഏഷ്യാനെറ്റ് തുടങ്ങി 92 തുടങ്ങി, 93 മുതൽ ചേച്ചിയുണ്ട്. 93 മുതൽ ചേച്ചിയുണ്ട് ഏഷ്യാനെറ്റ് തുടങ്ങുന്നു. ആണോ? അപ്പൊ മുതൽ ചേച്ചിയുണ്ട് അവിടെ. ഞാൻ ഏഷ്യാനെറ്റ് പ്രഗ്നന്റ് ആയപ്പോ തുടങ്ങിയുണ്ട്, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ആണല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഒരു ഫോമിനോട് വലിയ താല്പര്യം? ചേച്ചിക്ക് അന്നേ ചേച്ചിയുടെ അഡ്രസ് ചെയ്യിക്കുമ്പോൾ ഷോ ഡയറക്ടർ എന്നുള്ള ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു പേരിൽ ചേച്ചിക്ക് എന്തുകൊണ്ട് അന്നേ ചേച്ചി? അന്ന് ഇതൊരു പയനിയർ ഇതായിരുന്നല്ല, ഇത് വേറെ ആരും
Okay. ഇല്ല ഈ ഫീൽഡിൽ. ഞാനായിരുന്നു ആദ്യത്തെ ഒരു ലേഡി. ഇപ്പൊ പ്രൊഡ്യൂസർ അതൊന്നും അപ്പോഴൊന്നും എനിക്ക് ഞാൻ പഠിച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ കയറി. അപ്പൊ അതിനെ കുറിച്ചൊന്നും വലിയ ഞാൻ ബോധോടും അല്ലായിരുന്നു. Okay. ഞാൻ പഠിച്ച ജോലി കറക്റ്റ് എനിക്ക് കിട്ടി, അതിന്റെ ഒരു സന്തോഷത്തില. അപ്പൊ പ്രൊഡ്യൂസർ അല്ല ഡയറക്ടർ എന്തായാലും പ്രശ്നമില്ല, പ്രോഗ്രാം ചെയ്താൽ മതി. അപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. ഇപ്പൊ എല്ലാരും പ്രൊഡ്യൂസർ ഇപ്പൊ എല്ലാരും വേറെ ആണല്ലോ അതിനെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോ മിക്കവരും വിചാരം ഞാൻ മാറി ഇങ്ങനെ പ്രോഗ്രാം അതെ, പൈസ കൊടുക്കുന്നു അതാണ് വിചാരം. നമ്മൾ ഇഷ്ടപ്പെട്ട് കണ്ട ഏഷ്യാനെറ്റിലെ എല്ലാ ഹിറ്റ് ഷോസും ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഇത്. ഞാൻ പണ്ട് ഏഷ്യാനെറ്റിൽ വാൽക്കനാട് ചെയ്തിരുന്ന സമയത്തും ഏഷ്യാനെറ്റിൽ അല്ലാതെയൊക്കെ കുറെ പ്രോഗ്രാംസ് ചെയ്തിരുന്ന സമയത്തും പിന്നെ സിനിമാല ടീമിന്റെ കൂടെ നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ എനിക്കറിയാം. ചേച്ചി കണ്ടിട്ടുണ്ട് സിനിമാല ട്രൂപ്പിന്റെ കൂടെ അവരുടെ കൂടെ ചേച്ചിനെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോണതും ചേച്ചിനെ അവർ ടേക്ക് കെയർ ചെയ്യണതും ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങൾ. അപ്പൊ ഞാൻ വിചാരിക്കും എന്ത് രസമാണ്, എന്ത് ബ്ലെസ്ഡ് ആണ് നിങ്ങൾ. ഒന്നും നമ്മൾ ആ ഒരു സമയത്ത് എത്ര നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും ഓർക്കില്ല. കാരണം ഫുൾ കൗണ്ടേഴ്സ് ആണ് എപ്പോഴും. ഞങ്ങള് ഇവിടെ ഇപ്പോഴും ഞങ്ങൾ പോവാറുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒരെണ്ണം പ്ലാൻ ചെയ്യണം, സിനിമാല ടീമായിട്ട് ഇടക്ക് പിക്നിക്കിന് പോവാറുണ്ട്. അയ്യോ അത് ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് ഷൂട്ടുള്ളപ്പോഴാണ് ഈ ടെൻഷൻ. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോ എന്തോ വണ്ടിയിലൊക്കെ ഇരുന്നില്ലേ, അതൊക്കെ ഒരു എപ്പിസോഡായിട്ടുണ്ടെങ്കിൽ എപ്പിസോഡൊന്നുമല്ല. ചേച്ചി സിനിമാലയുടെ ഈ ഒരു യാത്രയിൽ നിന്നും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചേച്ചി പിന്നീട് ബഡായി ബംഗ്ലാവ് വ്യത്യസ്തമായ ഒരു ഐഡിയ ആയിരുന്നു നമ്മുടെ മലയാളം ഇതിൽ എല്ലാവർക്കും വളരെ പുതുമയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിലേക്ക് എങ്ങനെയാ ചേച്ചി എത്തിയത്? സിനിമാല കഴിഞ്ഞ, അതായത് ഈ മാസം സിനിമാല 1000 കഴിഞ്ഞ് നെക്സ്റ്റ് മാസം ഇത് തുടങ്ങി. ഇതൊരു പുതിയ ഐഡിയ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് അറിയാലോ കോമഡി നൈറ്റ്സ് വിത്ത് കപ്പിൾ, അതിന്റെ ഒരു കോപ്പി. അതില് അല്ല നമ്മളെ മലയാളികൾക്ക് അതെ ആദ്യം ആർക്കും മനസ്സിലായില്ല. ആദ്യം അതില് മറ്റേ മുകേഷിന്റെ സ്ഥലത്തിരുന്ന ഒരാള് വെറുതെ ചിരിക്കാണല്ലോ അവിടെ. അതില് ഞാൻ കൺവേർട്ട് ചെയ്ത ഒരു ഹൗസ് ഓണർ ആക്കി, അല്ലെങ്കിൽ മലയാളീസ് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ തുടങ്ങി. അപ്പൊ മുകേഷ് ആര്യ ഒഴിച്ച് വേറെ എല്ലാവരും സിനിമാലയിലുള്ള ധർമ്മജൻ, മനോജ്, പിഷാരടി എല്ലാരും ഉള്ള പ്രസീത. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. ആദ്യം തുടങ്ങിയപ്പോ ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പൊ അവിടെ ഈ മുകേഷ് ഏട്ടനെ പ്ലേസ് ചെയ്തത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ എനിക്ക് ആദ്യം തന്നെ മുകേഷ് തന്നെയാണ്. പിന്നെ പുള്ളിയുടെ ഒരു ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാ എന്താ പറയണ, ഞാൻ നമിച്ചു പോകും. പുള്ളി അത് സ്റ്റാൻഡേർഡ് ഹ്യൂമറേ പറയുള്ളൂ, അല്ലാതെ ചളി വിറ്റെന്ന് പറയുക. എഡിറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അതുപോലെ പ്രൊഫഷണലിസം ഭയങ്കര. ഒരു ക്യാമറ ഏത് റിയാക്ഷനും പുള്ളി വെറുതെ ഇരിക്കുമ്പോ പോലും, അതായത് ക്യാമറ ഓഫ് ആണെങ്കിൽ പോലും പുള്ളിയുടെ റിയാക്ഷൻ കറക്റ്റ് ആയിരിക്കും. അത്ര നമുക്കൊരു സേഫ്റ്റി ഷോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ. അതുപോലെ എന്താണ് സ്പോണ്ടേനിയസ് ഹ്യൂമർ. അത് ഞാൻ പറയട്ടെ, ചളിവിറ്റല്ല, അത് സ്റ്റാൻഡേർഡ് ഹ്യൂമർ പറയണ. പിന്നെ പുള്ളി കഥ പറയണതിന് വേറെ ആർക്കും, എനിക്ക് എന്റെ അറിവില് അങ്ങനെ കഥ പറയണ ഒരാളില്ല. അതായത് മൈന്യൂട്ട് ഡീറ്റെയിൽസ്, ഭയങ്കര മെമ്മറി ഇത്. പിന്നെ അതിലെ ലാസ്റ്റ് ഇങ്ങനെ പറയൂലേ, അത് കേൾക്കാൻ ഞാനിങ്ങനെ, അതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല, മറ്റേതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് അതിൽ ആക്ട് ചെയ്യണത്. പക്ഷെ ഇത് കേൾക്കാൻ അത് പുള്ളിയുടെ തന്നെയാണ്, സ്ക്രിപ്റ്റ്. അത് ചില സമയത്തൊക്കെ നമുക്ക് ആർട്ടിസ്റ്റ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ശരിയായില്ല, ലാസ്റ്റ് മൊമെന്റ്. അപ്പൊ ഞാൻ പറയും നാളത്തെ ആർട്ടിസ്റ്റ് ശരിയായിട്ടില്ല കേട്ടാ, അത് സാരില്ല, അത് കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയം. അല്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാനാ. അവിടെ ഇരുന്നിട്ടാ ഇത് തന്നെ അവിടെ വെച്ച് റിഹേഴ്സ് ചെയ്തിട്ട് ചെയ്യണ സംഭവമാണ്. ഇതത് പറയണം, അത് കറക്റ്റ് അവർക്ക് വേണ്ടി ചെയ്ത പോലെ ആയിരിക്കും. ഞാനത് എന്താണ് പറയണ, ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും, പുള്ളി എന്തായിരിക്കും പറയാൻ പോണേ. എന്നാ ഒരു ഗ്യാപ്പില്ല പുള്ളിക്ക്, ഷൂട്ടാണല്ലോ, അതിന്റെ ഇടയ്ക്ക് എവിടെ ഇത് ഓർക്കാൻ സമയം എന്ന് ഓർക്കും ആർട്ടിസ്റ്റ്. പക്ഷെ അത് അപാര കഴിവെന്ന് പറഞ്ഞാൽ അപാര കഴിവാണ്, പക്ക പ്രൊഫഷണൽ ഇതാണ്. അതാണ് വിറ്റൊന്നും കളയാനില്ല. വേറെ ഇതിലൊക്കെ ചെയ്യുമ്പോ എത്രയോ വിറ്റ് എടുത്ത് കളയാനുണ്ടാവും, അതൊന്നും ഇല്ല. ചേച്ചി ബഡായി ബംഗ്ലാവില് ലാലേട്ടൻ ഒരിക്കലും വന്നിട്ടുണ്ട്. അന്ന് അവിടെ വന്ന് മീശ പിരിച്ചതൊക്കെ ഒരു നമ്മളെല്ലാരും കണ്ടതാണ്. അന്ന് ലാലേട്ടൻ അവിടെ വന്നതും ആ ഒരു സീക്വൻസ്, അതൊക്കെ ചേച്ചിക്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ? ഒന്ന് പറയാമോ ആ ഓർമ്മകളൊക്കെ? അത് ഭയങ്കര ത്രില്ലിങ്, ഒരു എക്സിലറേറ്റിംഗ് എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ലാലേട്ടൻ. ഒന്ന് ദൃശ്യത്തിന്റെ, ഒന്ന് ഏതാണ് ബ്ലൈൻഡ് ഒന്ന് ഒപ്പത്തിന്റെ. അപ്പൊ ആദ്യം ഫസ്റ്റ് അതായിരുന്നു. അപ്പൊ ഈ മീശ പിരിക്കണത് എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ക്വസ്റ്റ്യനിന്ന് വന്നതാണത്. അങ്ങനെയുള്ള, അല്ലാണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. അതിലെ ഏറ്റവും വലിയ ഒരു, സാധാരണ അതിലിങ്ങനെ ഓരോ ആർട്ടിസ്റ്റ് എൻറ്റർ ചെയ്യുമല്ലോ,
ഓരോ കോമഡി ആർട്ടിസ്റ്റ് എൻ്റർ, പ്രസീത, മനോജ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സാധാരണ ഷൂട്ട് ചെയ്യണത്. അതൊന്ന് അവരോട് പറയും, എന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്യണത്. പക്ഷെ ഇത് തുടക്കം ഇങ്ങനെ പറഞ്ഞ് അത്രേ ഉള്ളു. ഇതുവരെ അങ്ങനെ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് ഭയങ്കര അത് ഒത്തിരി ലിറ്റിൽ ടൈം അതിനുള്ളിൽ ഇതൊക്കെ തീർക്കണം. പക്ഷെ പുള്ളി എന്ത് കോപ്പറേറ്റീവ് ആയിരുന്നു. അതായത് എൻട്രിക്ക് പോലും നമ്മൾ കട്ട് ചെയ്തില്ല, മൈക്ക് വെച്ച് അങ്ങോട്ട് കയറിയായിരുന്നു ഈ ആർട്ടിസ്റ്റ്. ഒരു കട്ട് പോലും ഇല്ലാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് അവേ പോയ ഒരു എപ്പിസോഡാണത്. അതുപോലെ ഒരു എപ്പിസോഡും പിന്നെ ചെയ്തിട്ടില്ല, ആ ഒരു എപ്പിസോഡ് മാത്രം. അതായത് വെറുതെ ആദ്യം ഇങ്ങനെ ഒന്ന് വൈകായിട്ട് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ അവർ വന്ന ഡയലോഗ്സ് ഒക്കെ അവിടെ വെച്ച് നടന്ന സംഭവമാണ്. അത് ഒന്ന് ആദ്യം ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു ത്രെഡ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്താണ് അത് ചെയ്യണം. അതൊരു ഭയങ്കര എന്താ പറയണ, എല്ലാവരും എൻജോയ് ചെയ്തു. ഓഡിയൻസ് എല്ലാവരും കൂടെ അന്നൊരു എന്റെ ലാലേട്ടൻ പറഞ്ഞ സമയത്തിനും കൂടുതൽ നേരെ ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ച് ഫോട്ടോ എടുത്ത് ഭയങ്കര ഒരു എന്താണ് ഒരു മൈൽ സ്റ്റോൺ എപ്പിസോഡ് തന്നെയായിരുന്നു. ഓക്കെ. അപ്പൊ അതില് ബഡായ് ബംഗ്ലാവില് ആര്യ വന്നതും അതെങ്ങനെയായിരുന്നു ചേച്ചി? ആര്യ നേരത്തെ അതിനു മുമ്പേ സീരിയലിലല്ലേ? സീരിയൽ ആര്യ ഞാൻ ഒരു പുതിയൊരു ഫീമെയിലോ, സുബി എന്റെ മനസ്സിലെപ്പോഴും സുബിയാണ്. പക്ഷെ ഒരു പുതിയൊരു ഫീമെയിൽ ഫേസ് വേണമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കുറെ അന്വേഷിച്ചപ്പോ എന്തോ ആക്സിഡന്റലി അന്നൊരു ഒരു റിയാലിറ്റി ഷോയില് പുള്ളി ഏഷ്യാനെറ്റിൽ തന്നെ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു സ്കിറ്റ് ചെയ്ത ഒരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി പുള്ളി ഹ്യൂമർ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ കൊണ്ടുവന്നു. കാരണം ആര്യനെ അതിനു മുമ്പേ നമ്മൾ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് ആ സീരിയൽ സ്ത്രീധനത്തിൽ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെ ഹ്യൂമർ പറ്റുമെന്ന് എല്ലാവർക്കും ഞെട്ടിപ്പോയി, എല്ലാവരും അത് കണ്ടപ്പോ. അതെ, ആദ്യം ഇത്തിരി സീരിയസ് ആയിരുന്നു. പിന്നെ അപ്പോ മുകേഷ് ഏട്ടനും ചോദിച്ചു പിഷാരുടെ ഇത് ചെയ്യുവോ എന്നാണ്. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്യുമെന്ന്. പിന്നെ 2-3 എപ്പിസോഡ് ഓക്കെ ആയി. പിന്നെ ആദ്യം ഈ പ്രോഗ്രാം തന്നെ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതെ. പിന്നീട് പക്ഷെ അവിടുന്ന് ആര്യക്ക് പിന്നെ പേര് തന്നെ ബഡായി ആര്യ. ഇന്നും അതെ ആൾക്കാർ പറയുമ്പോ ആര്യ ഏത് ബഡായി ആര്യാണോ ആ ഒരു പേരിലാണ് ഇന്നും അങ്ങനെ അറിയപ്പെടുന്നത് അല്ലെ. അതിനുശേഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് ബഡായി ആദ്യത്തെ പ്രോഗ്രാം ആദ്യത്തെ സീസൺ സൂപ്പർ ഹിറ്റ് ആയിട്ട് അതങ്ങ് പോയി. അതിനുശേഷം ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലാണോ എങ്ങനെയാ ചേച്ചി പിന്നെ രമേശ് ഏട്ടനും ആര്യനെ മാറ്റിട്ട് അവിടെ മിഥുനും പിഷാരടിക്ക് വരാൻ പറ്റിയില്ല. പിഷാരടി ഡേറ്റിന്റെ ഇഷ്യൂ ഒന്നുമല്ല. പിഷാരടി എന്തോ എനിക്ക് പുള്ളി ഫിലിം ഡയറക്ഷൻ എന്തോ പുള്ളി പിന്നെ വന്നില്ല. പക്ഷെ ഷോ പോകണമല്ല. പക്ഷെ അപ്പൊ ഒരു ബ്രേക്ക് ഇട്ടു. പക്ഷെ പെട്ടെന്നായിരുന്നു സ്പോൺസർ വന്ന് ഒരു 2 വീക്സിനുള്ളിൽ തുടങ്ങിയാണ്. അത് ഭയങ്കര ഒരു ചാലഞ്ചിങ് സംഭവിപ്പോയി അത്. അപ്പൊ നമുക്ക് നമ്മൾക്ക് ഒന്നാമത് ആരും ഇവർക്ക് പകരമായിട്ട് മുകേഷ് ഏട്ടൻ റെഡിയായിരുന്നു. പിഷാരടിക്ക് പകരമായിട്ട് വരാൻ ഓക്കെ എന്ന് പറഞ്ഞവര് പോലും ലാസ്റ്റ് മിനിറ്റ് മാറി എങ്ങനെ പറ്റില്ലെങ്കിൽ എന്നുള്ളത്. പക്ഷെ നമുക്കിത് കമ്മിറ്റും ചെയ്ത് അഡ്വർടൈസ്മെന്റ് എല്ലാം റെഡിയായി, സ്പോൺസർ റെഡിയായി, എല്ലാമായി. അവസാനം ഇത് ചെയ്തില്ല, അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. എന്നിട്ട് അതുകൊണ്ട് പിന്നെ കുറച്ച് കോവിഡ് കൊണ്ട് നിന്നതാണ്. ആണോ? ഓക്കെ. പിന്നീട് എന്നിട്ട് അവര് മാറി വീണ്ടും അവിടെ രമേശ് ഏട്ടൻ വരികയുണ്ടായി. ഇല്ല പിന്നെ രമേശ് വന്നിട്ടില്ല. അതിനാ സെക്കൻഡ് വന്നിട്ടേ ഇല്ല. ഓക്കെ. പിന്നെ അതങ്ങ് കോവിഡ് കാരണം അതങ്ങ് പിന്നെ നിർത്തി. ഓഡിയൻസിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ചെയ്യണം എന്നുള്ളൊരു ഇത് എല്ലാവരും പറയാറുണ്ട്. അപ്പൊ ഇനി അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ അവർക്ക് അവിടെ ഇനി തുടങ്ങാൻ? ചെയ്യാൻ പറയാറുണ്ട്. ആണല്ലേ. ഓക്കെ. സിനിമയിലൂടെ 1-2 കാര്യങ്ങളും കൂടെ ചോദിച്ചോട്ടെ ചേച്ചി. ഇപ്പൊ പറഞ്ഞു പോയപ്പം ലാലേട്ടനെ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നേ, മമ്മൂക്കയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാമുകളിൽ ഒന്നാണ് സിനിമാല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സിനിമാലയുടെ എപ്പിസോഡ് വന്നാൽ മമ്മൂക്ക മിസ് ചെയ്യാണ്ട് എപ്പോഴും കാണാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്കും ആ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്? ഉണ്ട്, എന്റെ റെക്കോർഡിലുണ്ട്. ആണോ? ഞങ്ങളുടെ 1000 എപ്പിസോഡിൽ പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഈ സിനിമയിൽ ഇത്രയും 1000 എപ്പിസോഡുകൾ പോയപ്പോ അതിനകത്തെ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചേച്ചി? മൈൽ സ്റ്റോൺ കുറെ ഉണ്ട്. അത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർക്കണ, നമ്മുടെ ലെജൻഡറി ആക്ടർ ശങ്കരാടിച്ചേട്ടൻ എനിക്കൊരു ലെറ്റർ എഴുതി ഏഷ്യാനെറ്റിലോട്. ഇത് അന്നൊന്ന് അന്യോന്യം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, എഴുത്തിന് മറുപടി എന്താണ് പറഞ്ഞ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ഫോണും ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ എഴുതി ഇങ്ങനെ, എനിക്ക് സിനിമയിലെ ഭയങ്കര ഇഷ്ടമുള്ള പ്രോഗ്രാം, എനിക്ക് അതിൽ അഭിനയിക്കണം. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ശങ്കരാടിച്ചേട്ടൻ തന്നെ ആണാ എന്നറിയാം. പക്ഷെ ഞാനത് അന്വേഷിച്ച്, അപ്പൊ കറക്റ്റാണ്. എന്നിട്ട് പുള്ളി ഞാൻ ഫോണിൽ സംസാരിച്ച്, അപ്പൊ പുള്ളി പറഞ്ഞു എനിക്ക് അഭിനയിക്കണം. അത് പുള്ളി ഒരു എന്താണ് പറയണ, എന്റെ ഒരു ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ്. അല്ലാണ്ട്
എപ്പോഴെങ്കിലും കിട്ടി, അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ 300th എപ്പിസോഡില് അദ്ദേഹം ആക്ട് ചെയ്ത്. ഓക്കെ. പക്ഷെ പുള്ളിക്ക് അന്നൊരു മെമ്മറി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കണ്ടിന്യൂസ് ഒരു സെന്റൻസ് പോലും കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഗോൾഡൻ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ തന്ന്. അതെനിക്കൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു മെമ്മറിയാണത്. പിന്നെ ജഗതിച്ചേട്ടൻ വിളിച്ചിട്ടുണ്ട് ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോ. അത് ഞാൻ എല്ലാ എപ്പിസോഡൊന്നും കാണാറില്ല. എനിക്കിപ്പോഴും ഞാൻ ചെയ്ത പ്രോഗ്രാം എനിക്ക് ആദ്യം കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ടെലികാസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പോഴും അത് തന്നെയാണ്. അതിന് വീട്ടിലെല്ലാരും ക്രിറ്റിസിസം ഒക്കെ ഇത് എന്താണ് ഇത് കാണിച്ചെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് ഞാൻ കാണേയില്ല. പക്ഷെ ഈ എപ്പിസോഡ് എനിക്കും ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡായിരുന്നു. ബ്ലോക്കിനെ കുറിച്ചായിരുന്നു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് അന്ന് ലാൻഡ് ഫോൺ ആയിരുന്നു. അപ്പൊ ഇത് ചെയ്തപ്പോ ജഗതിച്ചേട്ടൻ വിളിച്ചെന്നെ, ഹലോ കുഞ്ചൻ നമ്പ്യാരി എന്ന് പറഞ്ഞ വിളിച്ചു. അപ്പൊ ഞാനോർത്ത് നമ്മുടെ ആർട്ടിസ്റ്റ് ആരോ കളിയാക്കണെന്ന് വിചാരിച്ച് കുറെ അപ്രീഷിയേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാമിനെ കുറിച്ച്. അപ്പോ എനിക്കില്ല, പക്ഷെ ജഗതിച്ചേട്ടനാണെന്നുള്ള രീതിയിലല്ല ഞാൻ റിയാക്ട് ചെയ്ത. എന്റെ വിചാരിച്ച ഇത് ആരുടെ വോയിസ് നമ്മുടെ കൂട്ടത്തിൽ എന്നെ പറ്റിക്കണെന്നാ വിചാരിച്ച. പക്ഷെ ഏകദേശം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകണത് കറക്റ്റ് ജഗതിച്ചേട്ടാ. അത് പുള്ളി എന്നെ നമ്പർ കണ്ട. അപ്പൊ പിന്നീടാണ് എന്റെ ഞങ്ങളുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ പറഞ്ഞ ഇങ്ങനെ നമ്പർ ചോദിച്ചു ഇങ്ങനെ. പിന്നെ അതിനുശേഷം എന്നെ 2-3 പ്രാവശ്യം വിളിച്ച് എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുമായിരുന്നു. ചേച്ചി, ഇനി ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സെഗ്മെന്റ് അവർ അങ്ങനെയായിരുന്നു. അതായത് ഞാനിപ്പോൾ കുറച്ച് പേരുടെ പേര് പറയാം. അവരുമായിട്ടൊക്കെ ഇപ്പം സിനിമയിലെന്നൊന്നുമല്ല, ചേച്ചിയുടെ ഈ ഒരു വർക്ക് ലൈഫിൽ ഇവരുമായിട്ടുള്ള ഇപ്പം ചിലരുമായിട്ടൊക്കെ ചേച്ചി കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അവരുടെയൊക്കെ പരിചയമുണ്ടാവും. ചേച്ചിക്ക് അറിയുന്ന ആൾക്കാരുടെ പേരൊക്കെ തന്നെയാണ്. അവരുമായിട്ടുള്ള നല്ല ഓർമ്മകൾ എന്താണ് ചേച്ചിയുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറയണം. അത്രേ ഉള്ളൂ. ആദ്യത്തേത് ദിലീപേട്ടന്റെ ഓർമ്മകൾ. ദിലീപ് ഞാൻ ഈ പണ്ട് തന്നെ കോമഡി ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് മറ്റേ VHS കാസറ്റില് പുള്ളിയുടെ കോമഡി കാണുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിനെ. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ സിനിമയിലെ ചെയ്തപ്പോ ദിലീപിനെ ഞാൻ അവിടെ സജസ്റ്റ് ചെയ്തപ്പോ ദിലീപിന് അന്ന് ഇത് ലാൻഡ് ഫോൺ മാത്രല്ലേ ഉള്ളു. ഞാൻ ദിലീപിനെ വിളിച്ചപ്പോ സിസ്റ്ററാണ് ഫോൺ എടുക്കണം. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു സിനിമയിലെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പൊ എല്ലായിടത്തും കണക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഏഷ്യാനെറ്റ് കണക്ഷൻ വളരെ റെയറാണ്. അപ്പോൾ പുള്ളി ഇത് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിറ്റേ ആഴ്ചയായിരുന്നു ഷൂട്ട് ഷെഡ്യൂള്. വന്ന് അഭിനയിച്ചപ്പോൾ പുള്ളിയുടെ ആ ടാലന്റ് എനിക്കൊന്ന് മനസ്സിലായി. അതായത് നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു 10 ഇരട്ടി ഇതാണ്. ഇംപ്രവൈസേഷൻ, ഡെഡിക്കേഷൻ, അങ്ങനെ ഭയങ്കര ഇതാണ് ട്ടോ. പിന്നെ ഒരു അതിനുശേഷം പുള്ളിക്കൊരു ഇപ്പോഴും ഓരോ അവാർഡ്സിനൊക്കെ പറയും. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ പുള്ളി അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യണത്. പുള്ളി ഇത് കാണാൻ വന്നിരുന്നത് എന്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട് ഈ എപ്പിസോഡ്. എന്റെ വീട്ടില് തുടക്കം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ് കണക്ഷൻ. അപ്പൊ പുള്ളി അത് ഇപ്പോഴും അത് ഓർത്തത് പറയാറുണ്ട്. പിന്നെ എപ്പോഴും ആ ഒരു റെസ്പെക്ട്, ആ ഓർമ്മയൊക്കെ ഉണ്ട് എന്നെ കുറിച്ച്. ചിലവര് കണ്ട മറന്നു പോവല്ലേ. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത്ര വലിയ സ്റ്റാർ ആയിട്ടും നല്ല റിലേഷൻ ഇപ്പോഴും കുറച്ചാൾ മുമ്പ് വരെ ഞാൻ കാണുമ്പോ കുറെ ആളെ ഇപ്പൊ കണ്ടിട്ട് അതുണ്ട്. ഓക്കെ, ശരി. അടുത്തത് അബി എന്നാണ് ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ ചെയ്യണ റോൾസ് അമിനത്താത്ത അതാണ് പുള്ളിയാണെന്ന് തോന്നുന്നത്. അമിതാഭ് ബച്ചനൊക്കെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ട്. പുള്ളി ഒരു എപ്പിസോഡില് സിനിമയില് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും കാണുമ്പോ സംസാരിക്കും. പുള്ളി നമ്മളോട്ട് പോണതിന് മുമ്പ് വരെ പുള്ളി എപ്പോഴും ഭയങ്കര നല്ല ഡ്രസ്സിങ് ആണ്. അപ്പൊ ഞാനത് എപ്പോഴും കോംപ്ലിമെന്റ് ചെയ്യും. പുള്ളിക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ ചിലപ്പോഴും എവിടെയെങ്കിലും എന്റെ ഷർട്ട് എങ്ങനെ ഉണ്ട്, പുതിയത് അപ്പൊ അടിപൊളി അങ്ങനെ പറയും. വൈഫ് എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഷെയ്ൻ നിഗത്തിന്റെയും ചേച്ചിക്ക് പേഴ്സണലി ഞാൻ ഷെയ്ൻ നിഗമായിട്ട് അത്ര അറിയാന്നുള്ള ബടായമംഗളം അല്ലാണ്ട് ഒരു പേഴ്സണൽ ആയിട്ടുള്ള അടുപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഷെയ്ന്റെ ഇപ്പത്തെ ഈ ഒരു വളർച്ച, ഷെയ്ൻ ഇപ്പം അന്ന് ഉഗ്രൻ ആക്ടർ തന്നെയാണ്, പറയാതെ നിവർത്തിയില്ല. നാച്ചുറൽ ആക്ടിങ് ആണ് പുള്ളിയുടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അഭിചേട്ടൻ ചെയ്യണം. ഞാൻ ചെയ്ത ഒരു ഇവന്റ് ഖത്തറിൽ വെച്ചൊരു പ്രോഗ്രാം, ഒരു ഇവന്റ് ആയിരുന്നു, ഒരു അവാർഡ് നൈറ്റ് ആയിരുന്നു. ഞാനത് ഡയറക്ട് ചെയ്തത്. അപ്പൊ അതിലാണ് ഇവര് രണ്ടുപേരും അബി വന്ന ലാസ്റ്റ് പ്രോഗ്രാമാണ് അത് ഷെയ്ന് അബിയായിരുന്നു അവാർഡ് കൊടുക്കുന്നത്. അതായിരുന്നു എല്ലായിടത്തും പടങ്ങളായിട്ട്. ഓക്കെ. അത് അഭിചേട്ടന് നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന കുറേ കലാപരമായിട്ടുള്ള അത് ഷെയ്നിലൂടെ ഷെയ്ൻ ഇപ്പൊ അതെല്ലാം നേടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഓക്കെ. ശ്രീകണ്ഠൻ നായർ സാർ.
അപ്പൊ ശ്രീകണ്ഠൻ സാറ് നമ്മുടെ ബോസായിരുന്നു ഏഷ്യാനെറ്റില്. സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ എന്താ പറഞ്ഞ നമ്മുടെ കൂടെ നിൽക്കും. ഞാനൊരു ബോസ് അല്ലെങ്കിൽ ഞാൻ ഒരു ഇവന്റ് നടന്നാൽ തന്നെ സാധാരണ പുള്ളി ഒരു വലിയ ഇത് നമ്മുടെ ബോസായിട്ട് ഇങ്ങനെ ഇരുന്ന് വെറുതെ നിന്നാ മതി. പക്ഷെ പുള്ളി നമ്മുടെ കൂടെ നിൽക്കും, എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവും. പിന്നെ അതിലും കൂടുതലും ഞാൻ റെസ്പെക്ട് ചെയ്യണ പുള്ളി എല്ലാവരുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻ ഉണ്ട്, പേരെടുത്ത് പറയും. അതൊന്നും ആർക്ക് ഞാൻ അങ്ങനെ കാണാത്തൊരു ക്വാളിറ്റിയാണ്. പുള്ളി സംസാരിക്കണം, ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ്, വെരി ക്രിയേറ്റീവ്. പല പല ഐഡിയാസ്, പുള്ളിയുടെ എല്ലാ ഐഡിയാസും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, അതെല്ലാം സക്സസ്ഫുള്ളും ആണ്. ഓക്കെ. പ്രസീത ചേച്ചി. പ്രസീത ഞാൻ കാണുന്ന പ്രസീത ഭയങ്കര ഒരു പോസിറ്റീവ് പേഴ്സൺ ആണ്. ഇതുവരെ ഞാൻ പ്രസീത ഇങ്ങനെ ഡൗൺ ആയിട്ട് ഇങ്ങനെ ഒരു മർക്കി ഇതിലൊന്നും ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ പ്രസീത അങ്ങനെ ഇപ്പൊ ഒരു മെസ്സേജ് ഇട്ടാൽ തന്നെ അതിന്റെ ഒരു റിപ്ലൈ നമ്മളിങ്ങനെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ അത് ലൈറ്റൻ ചെയ്യും. അത്ര ഒരു ആക്റ്റീവ്. ഞാൻ ഇപ്പോഴും ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പുള്ളിയായിട്ട്. എപ്പോ കൊച്ചിയിൽ വന്നാലും ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. അത് നല്ലൊരു റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. ഓക്കെ, ശരി. സലിം കുമാർ. സലീം കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സലീം കുമാർ സിനിമയിലൂടെയാണ് വരുന്നത്, വിഷ്വൽ മീഡിയയിൽ. സലീമിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സലീം ചെയ്യണ എപ്പിസോഡ്സ് അത് ഇപ്പോഴും ആളുകൾ അത് ഓർത്തിരിക്കും. നമ്മൾ എത്ര എപ്പിസോഡ്സ് ചെയ്തിട്ട് എല്ലാം ഒന്നും ഓർക്കുക, എനിക്ക് ഒരു ഓർമ്മയില്ല അതൊക്കെ ചെയ്ത്. പക്ഷെ പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ഞാൻ പോലും മറന്നിട്ടില്ല. കാരണം അത്ര ക്ലിക്കായിട്ടുള്ള എപ്പിസോഡ്സേ ചെയ്യുള്ളൂ. ഓണത്തിന് നമ്മൾ സ്പെഷ്യൽ എപ്പിസോഡ്, അതാണ് എന്റെ കേരളം എന്ന് പറഞ്ഞ ഒരു, അത് ഇമിറ്റേറ്റ് ചെയ്താണ് പുള്ളി. ഒരു ഭയങ്കര ഒരു ഫേമസ് ആണ്, പോപ്പുലർ ആയിരുന്നു ഭയങ്കര. ആ ഒരു ഷോയിൽ കൂടെ ആയിരുന്നു അത് എന്റെ കേരളം എന്നും പറഞ്ഞ് ഞാൻ ചെയ്ത ഒരു പ്രോ. അപ്പൊ എല്ലാ വർഷവും ഈ ഒരു സ്പെഷ്യൽ ചെയ്യും. അതെല്ലാം അതിൽ കൂടെയാണ് പിഷാരടി വരണത്. പിഷാരടിനെ സലീമാണ് ഒരു പ്രാവശ്യം ഓണത്തിന് കൊണ്ടുവരുന്നത്. ആണോ? ഓ, അങ്ങനെയാണ് പിന്നെ രമേശ് ചേട്ടൻ വന്നത്. രമേശ് പിന്നെ അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് സിനിമയിൽ വന്നത്. ഓക്കെ. അടുത്തത് ടിനി ടോം. ടിനി ടോം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞ, പുള്ളി എപ്പോഴും മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യണ ഒരാളാണ്. അതായത് മിക്കവരും ഇങ്ങനെ അവര് സേഫ് ആയാൽ മതി, പക്ഷെ പുള്ളിയല്ല, മറ്റുള്ളവരെയും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട്. അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചൊരു ക്വാളിറ്റി ആണത്. കലാഭവൻ മണി. കലാഭവൻ മണിയായിട്ട് ഞാനൊരു ഒന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല. കാരണം ഈ സിനിമയിലെ മൈൽ സ്റ്റോൺസ് വരുമല്ലോ, ഇപ്പൊ 300, 400, 500 വരുമ്പോ നമ്മളൊരു സ്റ്റേറ്റ്മെന്റിന് പറയുമ്പോ പുള്ളി ഭയങ്കര സന്തോഷത്തോടെയാണ് എപ്പോഴും സിനിമയെ കുറിച്ച് എപ്പോഴും എന്നോട് പറയും. എന്നെ കാണുമ്പോഴൊക്കെ വെറുതെ വല്ല ഇവന്റിനെ കാണുമ്പോ, താനൊരു ആണായിട്ട് ജനിക്കണ്ടെന്ന്, ഇത്ര ആളുകളെ ഞങ്ങൾക്ക് വരെ മേയ്ക്കാൻ പറ്റൂല, ഇതെങ്ങനെ ഇതിനൊക്കെ കൊണ്ടുപോകുന്നു, എപ്പോ കണ്ടാലും ഈ സെയിം ഡയലോഗ് ഇങ്ങനെ പറയുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. അത് പറയാതെ വയ്യ എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ഓക്കെ ചേച്ചി, അപ്പൊ പറഞ്ഞേ പറ്റൂ. ആദ്യത്തെ ചോദ്യം, ഒരു ടെലിവിഷൻ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ട ഒരു ഷോ അല്ലെങ്കിൽ എപ്പിസോഡ് അതേതായിരുന്നു? സിനിമയിലെ എല്ലാ എപ്പിസോഡ്സും ഒരേപോലെ വെല്ലുവിളി തന്നെയാണ്. അതാണ്, അത്ര ചാലഞ്ചിങ് ആയിരുന്നു. അതിൻ്റെതായ റിസ്ക് ഉണ്ട്, അതുകൊണ്ട് അത് പറയാതെ വയ്യ, അത് ചാലഞ്ചിങ് തന്നെയാണ്. വേറെ ഒരു പ്രോഗ്രാം എനിക്ക് അങ്ങനെ അത്രയും അത്രയല്ല, വേറെ ഒക്കെ എനിക്ക് അങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ. അവസാന നിമിഷം ചിലപ്പോൾ നമ്മളെ അതിശയിപ്പിച്ച് കളം മാറി മറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്ലാൻ ചെയ്തതിലും ഏറ്റവും ഒടുവിൽ മാറി മറിഞ്ഞ ഒരു ഷോ അല്ലെങ്കിൽ എപ്പിസോഡ്? ഷോ അതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു എപ്പിസോഡ് ഉണ്ട്. അത് മോഹൻലാൽ നമ്മളെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട് ബഡായി ബംഗ്ലാവിൽ. അപ്പോൾ രണ്ടാമത് വന്ന എപ്പിസോഡ്, അതായത് ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തു നേരത്തെ തന്നെ നമ്മൾ ഡേറ്റ്സ് കൊടുക്കും. മുകേഷ് ഏട്ടനും പിഷാരടിക്കൊക്കെ എപ്പോഴും ഡേറ്റ്സ് നമ്മൾ നേരത്തെ കൊടുക്കും. അപ്പൊ ലാലേട്ട വരും പറയുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിരിക്കുമല്ലോ അത്. അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാ പ്രിപ്പറേഷൻസും എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴാണ് പിഷാരടി. അപ്പൊ അമേരിക്ക പിഷാരടി എല്ലാം ഈ കറക്റ്റ്, ഒരിക്കലും പിഷാരടി എന്താണ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. പിഷാരടി ഒരു ഡേറ്റ് പറഞ്ഞാൽ അത് മാറൂല, എല്ലാം കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വിളിച്ചു പറയും. അതിലൊക്കെ പിഷാരടി ഒരിക്കലും നമുക്ക് ടെൻഷൻ തന്നെ ഒരു ആർട്ടിസ്റ്റേ അല്ല. പിഷാരടി അമേരിക്കന്ന് ആയിരുന്നു. അപ്പൊ ഇവ സപ്പോസ് ടു കം, എന്തോ ഒരു ഷോ ഒന്നും കൂടെ നീട്ടി, ഒരു ഷോയും കൂടെ കിട്ടിയപ്പോ ഒരാഴ്ചയും കൂടെ നീടും. അപ്പൊ അതിനർത്ഥം ഈ ഇതിന് വരൂല, ട്രൈ ചെയ്യേണ്ട ഫ്ലൈറ്റ്, പക്ഷെ ഉറപ്പില്ല. പുള്ളി ഉറപ്പില്ല, ചേച്ചി 99% വരാൻ പറ്റില്ല. അത്
മോഹൻലാൽ സാറിന്റെ എപ്പിസോഡ് ഒന്ന് ഓർത്ത് നോക്കിയാൽ അത് ശരിക്കും ഞാൻ ടെൻഷൻ അടിച്ച്. ഏറ്റവും നല്ല എപ്പിസോഡ് ഇതല്ലേ. ഇപ്പൊ സിനിമയിലൊക്കെ എനിക്കിപ്പോ ഒരാളില്ലെങ്കിൽ വേറെ, ഞാനത് ബോധേഡല്ല. അതായത് ഒരാളല്ലെങ്കിൽ അടുത്ത ഒരു ആർട്ടിസ്റ്റിന്റെ ഇതിലല്ല. പക്ഷെ ഇതങ്ങനെയല്ലല്ല, മുകേഷും മാറാൻ പറ്റില്ലല്ലോ. അത് ശരിക്കും അതുമല്ല, ഞാനത് ശരിക്കും ടെൻഷൻ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് അടുത്ത ആഴ്ച ഷൂട്ടാണ്, ആളില്ല, എന്ത് ചെയ്യുന്നു, അതുപോലെ ആരും വരില്ല വിളിച്ച വിശാലിക്ക് പകരമായിട്ട് വരാൻ എങ്ങാനും ഒരു ഇതാണ്. അതുമല്ല ഒരു എപ്പിസോഡിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു എപ്പിസോഡിന് വന്ന് അവരുടെ പേര് കളയണ, അവരെന്തായാലും ഭയങ്കര റിസ്ക് ആയിരുന്നത്. അപ്പൊ ആ ആഴ്ച പ്രഭുദേവയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ബഡായി ബംഗ്ലാവ് അല്ല, അല്ലാത്ത ഒരു സാധാ ഇന്റർവ്യൂ. അപ്പൊ ഞാൻ രാജേഷിനെയാണ് വിളിച്ചത്. രാജേഷ് വന്ന് അത് ഇന്റർവ്യൂ നന്നായിട്ട് ചെയ്തു. അപ്പൊ പുള്ളിയുടെ സെൽഫ് കോൺഫിഡൻസ് ഞാനത് ഒബ്സർവ് ചെയ്ത്. ഭയങ്കര സെൽഫ് കോൺഫിഡന്റ് പേഴ്സൺ ആണത്. അപ്പൊ ഞാൻ എന്തോ അത് കഴിഞ്ഞപ്പോ എനിക്കൊരു ഒരു ഐഡിയ ഒന്ന് ചോദിച്ചു കളഞ്ഞാലാ. അപ്പൊ ഞാനും അത് ഇല്ലെന്നുള്ള പറയുന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പലരോടൊന്നും ചോദിച്ചു ഇല്ല എന്നാ പറഞ്ഞത്. അതൊരു എപ്പിസോഡിന് വേണ്ടി ആരും വരും. പുള്ളി ഓക്കെ ചോദിച്ചു, ഞാൻ വരാം, ഞാനത് സമ്മതിച്ചു കൊടുത്തിട്ടാ. ഞാനപ്പോ എന്തിനു തയ്യാറാണ്. അത് മോശമാണെങ്കിൽ മോശം, എന്നാലും പുള്ളിയുടെ ഗട്ട്സ് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യണം. ആരാണെങ്കിലും അങ്ങനെ പറയില്ല, അതും ലാൽ സാറിന്റെ എപ്പിസോഡ്. അപ്പൊ പുള്ളി അത് വന്ന് കൂളായിട്ട് ചെയ്ത്. പുള്ളിക്ക് ആ ഒരു തോട്ട് പോലും ഇല്ല ഞാനൊരു റീപ്ലേസ്മെന്റ് ആണ്. അത് അങ്ങനെ സമ്മതിച്ച ഒരു ആങ്കറാണ് അത്. അത് വന്ന് നല്ല റേറ്റിംഗും വന്നു. നല്ല റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ റേറ്റിംഗും വന്നു. അത് ഞാൻ വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു. ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിരുന്നു. എന്നാ 4 കാലയിൽ വീണു. സിനിമാലയിലേക്കുള്ള ക്ഷണം നിരസിച്ച താരങ്ങൾ. അത് ഒരു വലിയൊരു ആർട്ടിസ്റ്റ്, കോമഡിയിലെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെ വേണമെങ്കിൽ പറയാം. പുള്ളിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അന്ന് പുള്ളി ദിലീപിന് ശേഷമാണ് വിളിച്ചപ്പോ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ടെല്ലാം. വിളിച്ചപ്പോ പുള്ളിക്ക് അന്ന് എന്തോ എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷെ പിന്നീട് പുള്ളി എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഞാനത് ചെയ്യാത്തതില് ഒരു റിഗ്രറ്റ് ചെയ്യണുണ്ട്. ഞാൻ 1000 എപ്പിസോഡിലും അത് എന്നെ കണ്ടത് പ്രത്യേകം പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ ഒരു ഇതായിട്ട് നിൽക്കേണ്ടത്, അത്ര വരേണ്ട ആളാണ്. പക്ഷെ ഞാൻ റിഗ്രറ്റ് ചെയ്യണം. പിന്നെ ഈ 1000 എപ്പിസോഡ് ചെയ്തപ്പോ ഈ ഒരുപാട് സൂപ്പർ സ്റ്റാർസ് അവരുടെ ആഗ്രഹം സിനിമാലയിൽ വരും. ഞാൻ അപ്പോഴാണ് അറിയണത് പോലും. നമ്മൾ ഈ സെയിം ആർട്ടിസ്റ്റിനെ വെച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ടോപ്പ് ആർട്ടിസ്റ്റ് അവരിതില് ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. പറഞ്ഞ ഞങ്ങളുടെ ഒരു ആഗ്രഹം മാവേലിക്കൊമ്പത്ത് സിനിമാല, മറ്റേ രണ്ടും നടന്നു, സിനിമാല നടന്നിട്ടില്ലെന്ന് അങ്ങനെ പറഞ്ഞ. അവരുടെ പേര് പറയാവോ? അതാരൊക്കെയാണ്? ഷാജോൺ, ഒന്ന് സുരാജ്. അവര് മിസ് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ ശരിക്കും. അന്ന് പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് ബഡായി ബംഗ്ലാവിൽ മുകേഷിന് പകരം ഒരാളെ ചിന്തിച്ചിരുന്നെങ്കിൽ. ഞാൻ ഫ്രം ദ ബിഗിനിങ് മുകേഷ് തന്നെയാണ്. കാരണം പുള്ളിയുടെ ആ ഒരു റെൻഡറിങ്, ആ ഒരു സ്റ്റോറി പറയണ കൊണ്ടുപോക്ക്, എന്റെ ലാൻഡിങ്, അത് എനിക്ക് വേറെ ഒരു റീപ്ലേസ്മെന്റ് ചിന്തിച്ചിട്ടില്ല. ഞാൻ എല്ലാരും വെച്ചാൽ ഇങ്ങനെ ഇയാളാണെങ്കിൽ പുള്ളിയാണെങ്കിൽ ഒന്നും അങ്ങോട്ട് എനിക്ക് പുള്ളി മാത്രമേ എന്റെ തലയിലുള്ളൂ. ഓക്കെ, വാൽക്കണ്ണാടി പോലൊരു ഷോ മലയാളം ടെലിവിഷനിൽ ഇനി വർക്ക് ആകില്ല എന്ന് തോന്നിയ നിമിഷം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഇപ്പോഴും അത് വർക്ക് ആവുമെന്നാണ് എന്റെ. അതെനിക്കറിയില്ല എന്താണ്, അത് കമ്പനി ഡിസിഷൻ. അത് ഒരു എന്റർടൈനിങ് പ്രോഗ്രാം, എല്ലാവർക്കും അത് ഇപ്പോഴും വർക്ക്ഔട്ട് ആവുമെന്നാണ് എന്റെ തോന്നൽ. ഓക്കെ, ഞാനും ചെയ്തു. 1-2 ഷാജിഷാണ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഞാൻ വാൽക്കണ്ണാടി ചെയ്തോണ്ട്. അതെ, എനിക്കറിയാം. അവിടുത്തെ ഹിറ്റ് ആങ്കർ ആയിരുന്നില്ലേ. ഞങ്ങളുടെ ഡ്രസ്സിങ് കാണാൻ തന്നെ ആളുകള് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ട്രെൻഡ് സെറ്റർ ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചില എപ്പിസോഡ്സിൽ വന്ന നിപ്പും അതൊക്കെ. ടെലിവിഷൻ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ദുരനുഭവം അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടോ ചേച്ചിക്ക്? അങ്ങനെ ചേച്ചി പറഞ്ഞതിനകത്തൊന്നും അങ്ങനെ ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല? എനിക്കൊരു നെഗറ്റീവ് അങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കെപ്പോഴും പോസിറ്റീവാണ്, റെസ്പെക്റ്റ് ആണ്. ഇതുവരെ എനിക്കങ്ങനെ മോശമായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവം അനുഗ്രഹിച്ച്.